ഹലോ ഗൈസ്, ഞാൻ എൽജോ എലിസൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ റീൽസുകളാവട്ടെ പോസ്റ്റുകളാവട്ടെ പലതരത്തിലുള്ള വീഡിയോസ്, ചെറിയ വീഡിയോസോ വലിയ വീഡിയോസോ ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുള്ളത്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ല ശതമാനം ആളുകളെ അഫക്റ്റ് ചെയ്യുന്നുമുണ്ട്. ആളുകളെല്ലാം ചിന്തിക്കുന്നത് എന്താണ്, ഇന്നൊരു 9 to 5 ജോലി ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതിൽ നമുക്ക് ഒരിക്കലും സക്സസ് നേടാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം നിന്നാൽ നമ്മൾ എല്ലാ കാലവും സ്ട്രഗിൾ ചെയ്യത്തേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റി ചിന്തിപ്പിക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ റീൽസുകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെ യാഥാർത്ഥ്യം എന്താണ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ വീഡിയോയ്ക്കകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനൽ നിങ്ങളിൽ പല ആളുകളും ആദ്യമായിട്ട് കാണുന്ന ആളുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും പരിഗണിക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അധികം വലിച്ചിട്ടാൽ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം. അപ്പം ഈ ബിസിനസ്സും ജോലിയും ഇതിനകത്തെ യാഥാർത്ഥ്യം എന്താണ് ശരിക്കും? നമ്മുടെ സമൂഹത്തിൽ 95% ആളുകൾക്കും ബിസിനസ്സിനേക്കാൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഒരു ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറയുന്ന ആളുകൾക്ക് ബേസിക്കലി വേണ്ടി ഒരു 7-8 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 7-8 കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിലാണ് അവർ ബിസിനസ്സിലേക്ക് വന്നിട്ട് തന്നെ കാര്യമുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചില ആളുകൾക്ക് അവർക്ക് ജന്മന അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ അച്ചീവ് ചെയ്തെടുത്ത ജീവിതത്തിൽ ഓരോ ഫേസുകളിലായിട്ട് അവരുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഓൾറെഡി ഈ പറഞ്ഞ 7-8 കാര്യങ്ങളും. പക്ഷെ ചില ആളുകൾക്ക് കുറച്ച് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ 2 കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ, ഈ സ്വയമേ ഇത് ആർജിച്ചെടുത്ത ആളുകൾ എന്ന് പറയുന്നത് ഒരു 5% ആയിരിക്കും. 100%-ൽ ഒരു 5% ആയിരിക്കും. ബാക്കിയുള്ള ആളുകളൊന്ന് ട്രൈ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു 10% കൂടെ കൂട്ടുക, അല്ലെങ്കിൽ ഒരു 5% കൂടെ കൂട്ടുക. അങ്ങനെ ടോട്ടൽ ഒരു 10 to 50% ആണ് സമൂഹത്തിൽ ബിസിനസ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ അതിനകത്ത് സക്സസ്ഫുൾ ആവുക എന്നുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലാത്ത ഒരു 85%-ന് മുകളിലുള്ള ആളുകളും ഒരു 95 ജോലി ചെയ്യാനായിട്ടാണ് അവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാര്യം. ഇത് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എപ്പോഴും 95 ജോലിനേക്കാളും ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആയാൽ 95 ജോലി ചെയ്യുന്നതിനേക്കാൾ ഒത്തിരി ഫിനാൻഷ്യലിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഫ്രീഡവും പല കാര്യങ്ങളിലും ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ സക്സസ് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താ, നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി മറ്റൊരാൾ പറയുന്ന പ്രഷർ സഹിച്ച് ആഴ്ചയിൽ 9 to 5 മോർണിംഗ് ഒരു 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ നമ്മൾ കിടന്ന് പണിയെടുത്താലാണ് നമ്മൾ ജീവിക്കാൻ പറ്റുന്നത്. പക്ഷേ ഒരു ബിസിനസ് ഓണറിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇത് ചിന്തിച്ചിട്ടുണ്ടോ? സപ്പോസ് നിങ്ങളൊരു ബിസിനസ് ഓണറാണ്. അപ്പം നിങ്ങളുടെ അണ്ടറിൽ ഒരു 25 സ്റ്റാഫ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സ്റ്റാഫുകളെല്ലാം രാവിലെ 9 മണിക്ക് വന്ന് 5 മണി വരെ അവർ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ ഇച്ചിരി ടൈമും കൂടി ഇടിപ്പിച്ച് അവരെ വർക്ക് ചെയ്താൽ പോലെ ഒരു 8 മണി വരെ അവർ വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. 8 മണിയാകുമ്പോൾ അവർ ഫ്രീ ആയി അവരുടെ വീട്ടിൽ പോയി, അല്ലേ? ഈ ജോലിക്കാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അവരുടെ ജോലി അവർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, വീട്ടിൽ പോവുക എന്നുള്ളതാണ്. അതേസമയം നിങ്ങൾ ആസ് എ ബിസിനസ് ഓണർ, നിങ്ങൾക്ക് രാത്രി ചിലപ്പോൾ ഉറക്കം കാണത്തില്ല. ഇവർ ബിസിനസ് ഓണർ വീട്ടിൽ പോയാലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ബിസിനസ് ഓണർ ഈ ജോലിക്കാർ നോക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവർ 5 മണിക്ക് വീട്ടിൽ പോയിട്ടുണ്ടാവും. പക്ഷേ ആ വീട്ടിൽ പോകുന്ന സമയത്തും അവരനുഭവിക്കുന്ന ടെൻഷനുകളും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വളരെ വലുതാണ്. ഒരു എംപ്ലോയി എന്ന നിലയിൽ ഒരാൾ അവരുടെ പേഴ്സണൽ ലൈഫിലും അവരുടെ സമൂഹത്തിൽ സൊസൈറ്റിയിലുള്ള ലൈഫിലും അനുഭവിക്കുന്ന പ്രഷറിനേക്കാൾ ഒത്തിരി കൂടുതലായിരിക്കും ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്ന ടെൻഷനുകൾ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ. സോ അപ്പം നിങ്ങൾ 9 to 5 ആഴ്ചയിൽ ഒരു 40 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഓണർ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടത് ആഴ്ചയിൽ 90 മണിക്കൂറായിരിക്കാം. സോ അതാണ്, നിങ്ങൾ 40 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ആൾ 90 മണിക്കൂറും വർക്ക് ചെയ്താലായിരിക്കാം ആളുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. തുടക്കകാലത്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഈ രീതിയിലൊരു മെൻ്റലി ആ രീതിയിൽ അത്രയും ശ്രമിച്ചിട്ടാണ് ഓരോരുത്തരുടെയും ബിസിനസ് സക്സസ്ഫുൾ ആവുന്നത്. നാളെ ഇനി ഒത്തിരി ബിസിനസ് ഉയരങ്ങളിലേക്ക് പോയാൽ ആ സമയത്ത് ചിലപ്പോൾ ഇത്രയും ഫിസിക്കലി ഉള്ള വർക്കിൻ്റെ ആവശ്യം വരത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെയും നമ്മുടെ ഒരു മെൻ്റലിയും അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രസൻസും അവിടെ ഡെഫിനറ്റ്ലി ഉണ്ടാവണം. ഒരിക്കലും നമ്മൾ ഈ റീൽസിലൊന്നും കാണുന്നത് പോലെ ബിസിനസ് തുടങ്ങി അതവിടെ ഇട്ടിട്ട് നമ്മൾ ലാവിഷായിട്ട് കറങ്ങി നടന്നാൽ ആ ബിസിനസ് നടക്കത്തില്ല. ഏതൊരു വലിയ ബിസിനസ്മാൻ ആണെങ്കിലും, ഇപ്പം നമുക്ക് ഇലോൺ മസ്കിൻ്റെ കാര്യം എടുക്കാം. ഇലോൺ മസ്ക് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ്, അല്ലേ? ആളുടെ പല ഇൻ്റർവ്യൂസിനകത്ത് പറഞ്ഞിട്ടുണ്ട്,
നരകം കാണുന്നത് പോലെ പണിയെടുത്തിട്ടാണ് ആൾ ആ ബിസിനസ് അങ്ങനെ ആക്കിയത്. ഇപ്പോഴും ആൾ ഉറങ്ങാറില്ല. പലപ്പോഴും ആഴ്ചയിൽ 90-100 മണിക്കൂർ പണിയെടുത്തിട്ടാണ് ആൾ ഈ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൾ അതിനുവേണ്ടി സ്വപ്നം കാണുന്നു, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു. പക്ഷേ ആളുടെ ഒരു പ്രത്യേകത എന്താ? ആൾക്കിതെല്ലാം ചെയ്യുന്നതിലൂടെയാണ് സന്തോഷം കിട്ടുന്നത് എന്നാണ് ആൾ പല വീഡിയോസിലൂടെ ആൾ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ആളുടെ പല വീഡിയോസ് എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂസിലൂടെ ആൾ പറഞ്ഞിരിക്കുന്നതാണ്, ആൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്യുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ബിസിനസ്സിൻ്റെ സക്സസ് ആണ് പുള്ളിയുടെ ലഹരി എന്നാണ്. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരിക്കലും അവർ ബുദ്ധിമുട്ടായിട്ട് കാണത്തില്ല. എന്നിരുന്നാൽ പോലും ഇത്രയും സ്ട്രഗിൾ ചെയ്യാനും ഇത്രയും രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനും തയ്യാറാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും ഇത്രയും കഷ്ടപ്പെട്ടാൽ പോലും പലപ്പോഴും ബിസിനസ് സക്സസ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതേപോലെ തന്നെ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കി നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് നാളെ അത് നഷ്ടമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോ ഡെഫിനറ്റ്ലി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിസിനസ് എന്ന് പറയുന്നത് ഒരു സ്വർഗ്ഗമൊന്നും അല്ല. അപ്പം നമ്മൾ അത്രമേൽ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ്ഫുള്ളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് ബിസിനസ്. അല്ലാതെ പെട്ടെന്ന് ഈസി മണി അല്ലെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമൊന്നുമല്ല ബിസിനസ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ അപ്പം നഷ്ട സാധ്യതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ഈസി മണി കിട്ടാനുള്ള ഒരു മാർഗ്ഗമായിട്ട് കണ്ടിട്ട് ആരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരരുതെന്ന്. അതേപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിലും. ആരും ഈസി മണി ഉണ്ടാക്കാനായിട്ട് ഓടിപ്പാഞ്ഞ് വന്നിട്ട് ബിസിനസ്സിൽ ഈസി മണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറായാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബിസിനസ്സിൽ സക്സസ്സിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള പല കാര്യങ്ങളും ഇന്നത്തെ സമൂഹത്തെ വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാനായിട്ട്, പല കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യാനും അറ്റ് എ ടൈം നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ടും തയ്യാറാവണം. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ആരൊക്കെ ആയിരിക്കണം? നിങ്ങൾ ആ ബിസിനസ്സിൻ്റെ ഓണർ ആയിരിക്കും. അതേസമയം തന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ അവിടെ നടക്കുന്ന ബിസിനസ് ആക്ടിവിറ്റി എന്താണ്, അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്, അത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. സെയിൽസിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അക്കൗണ്ട്സിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള പല മേഖലകളിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് മാറാനായിട്ട് പറ്റുള്ളൂ. സോ ഇങ്ങനെ നിങ്ങൾ എക്സ്ട്രീം പ്രഷറിൽ നിങ്ങൾക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഭയങ്കര കോമ്പറ്റീഷനാണ് ബിസിനസ് മേഖല, അല്ലേ? അപ്പം നിങ്ങൾ മറ്റൊരു ബിസിനസ്സുകാരനേക്കാൾ ഉയരത്തിലെത്തണമെങ്കിൽ അതനുസരിച്ച് സക്സസ്സിലേക്ക് എത്തിപ്പെടാനും ശ്രമിക്കണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ആളുകളായിരിക്കണം. രണ്ടാമത്തെ കാര്യം പ്രോബ്ലം സോൾവിങ് ആണ്. അതായത് പ്രോബ്ലം സോൾവിങ് നല്ല രീതിയിൽ അത് അറിയത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവർക്ക് പറ്റിയൊരു കാര്യമല്ല എന്ത്? ബിസിനസ്. അപ്പം നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം വന്നാൽ ഉടനെ അയ്യോ ഇതെനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടുന്ന ഒരാളേക്കാൾ അത് അവിടെ ഇരുന്ന് അതിന് സൊല്യൂഷൻ എന്താണ് എന്ന് ആലോചിച്ച് അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ് സക്സസ് ആകാൻ പറ്റുള്ളൂ. അതിന് ചിലപ്പോൾ നമ്മൾ ആഴ്ചകൾ ഉറക്കം അളച്ച് നമ്മൾ അതിന് വേണ്ടി ബുദ്ധിമുട്ടിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അതേപോലെ നമ്മൾ പലതരത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. സോ അങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാം. മൂന്നാമത്തെ ഡിസിഷൻ മേക്കിങ്സ്. പല തരത്തിലുള്ള പ്രഷറിലും പലതരത്തിലുള്ള പ്രോബ്ലംസിനിടയിലും പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പം നമുക്ക് നമ്മുടെ ഫാമിലിയിൽ പല ഇഷ്യൂസ് കാണും, സൊസൈറ്റിയിൽ പല ഇഷ്യൂസ് കാണും, ആ കൂട്ടത്തിൽ തന്നെ ബിസിനസ്സിൽ പല ഇഷ്യൂസ് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കിടയിലും നമ്മൾ പ്രോപ്പറായിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ഏതൊരാളെയും നമ്മൾ ബിസിനസ്സിന് പാർട്ണറാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ? ഇപ്പം 2 ജോലി ചെയ്യുന്ന ആളുകൾ ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങി എന്ന് വിചാരിക്കുക, 2 ഫ്രണ്ട്സ്. അപ്പം 2 പേരും പ്രോപ്പറായിട്ട് ആ ബിസിനസ്സിലൂടെ സക്സസ്സിൽ എത്തിപ്പെടാമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് 2 പേരും ബിസിനസ് തുടങ്ങുന്നത്. പക്ഷേ തുടങ്ങി കുറേ നാൾ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് 2 പേരുടെയും ഓഫീസിലെ പ്രഷർ കാരണം അല്ലെങ്കിൽ 2 പേരുടെയും പേഴ്സണൽ ലൈഫിലെ തിരക്കുകൾ കാരണം ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് ആ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പം ശരിക്കുമുള്ളൊരു ബിസിനസ് ഓണർ എന്ത് ചെയ്യണം? അവരുടെ മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ചതിന് ശേഷം ഏറ്റവും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് കൂടുതൽ സമയം ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. ഇത് പറയുമ്പോൾ പല ആളുകൾക്കും അത് ദഹിക്കത്തില്ല, അല്ലേ? ചില ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും. അപ്പം നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യം ആര് ചെയ്യുമെന്ന് ചോദിക്കും, അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൊസൈറ്റിയിലെ ആളുകളുടെ മുന്നിൽ അങ്ങനെ അതിനുവേണ്ടി പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല ബിസിനസ്.
അവർ ബിസിനസ് ചെയ്യരുത്. അവർ ചെയ്യേണ്ടത് അവർ നോർമലി ഒരു ജോലി ചെയ്ത് അവർ സ്വസ്ഥമായി രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ അവർ ജോലി ചെയ്യുന്നു. ജോലി ചെയ്ത ശേഷം വീട്ടിൽ പോകുന്നു. ബാക്കി അവരുടെ സമയം സ്വസ്ഥമായി അവർ ഫാമിലിയോടും അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആളുകളോടും കൂടെ സ്പെൻഡ് ചെയ്ത് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അല്ല ചിലപ്പോൾ നമ്മൾ രാവും പകലും കഷ്ടപ്പെട്ട് നമ്മുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാവുള്ളൂ. അല്ലാതെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി പിന്നീട് ഒരു സമയത്ത് അയ്യോ എനിക്ക് സമയമില്ല, എനിക്ക് അവിടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫ്രണ്ടുമായിട്ട് ചേർന്നൊരു ബിസിനസ് തുടങ്ങി, ആൾ പറയുവാണ് അയ്യോ എനിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല, എനിക്ക് അവിടെ ഒരു ഫംഗ്ഷനാണ്. അങ്ങനെ പറഞ്ഞ് 10 ദിവസം കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബിസിനസ് തുടങ്ങിയ 2 ഫ്രണ്ട്സും തമ്മിൽ അടിയാവും. അവസാനം മറ്റേ ആൾ ചിലപ്പം ബിസിനസ്സിന് വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കാൻ തയ്യാറായി ഒരു സ്വപ്നം കണ്ട് വന്നിട്ടുള്ള ആളാവും. ചിലപ്പോൾ രണ്ടാമത്തെ ആൾ അതിന് തയ്യാറല്ല. ആൾക്ക് അവരുടെ പേഴ്സണൽ പ്രയോറിറ്റീസിനായിരിക്കും കൂടുതൽ താല്പര്യമെങ്കിൽ അവിടെ എന്തുണ്ടാവും? അടിയുണ്ടാവും. അങ്ങനെ ഒരു ബിസിനസ് ഓണർ അവരുടെ പാർട്ണറിനെ തിരഞ്ഞെടുക്കുമ്പം വളരെ സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇതൊക്കെ പലയിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ബിസിനസ് തുടങ്ങിയോ അതിനുവേണ്ടി നമ്മൾ പ്രയോറിറ്റി അതിനുവേണ്ടി മാത്രം കൊടുത്ത് അതിനുവേണ്ടി അത്രമേൽ കഠിനമായിട്ട് പരിശ്രമിക്കണം. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. 4ാമത്തെ പോയിന്റിനകത്ത് ഈ കമ്മ്യൂണിക്കേഷൻ പറയുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നമുക്ക് ഈ ബിസിനസ്സുകളെല്ലാം നടക്കുന്നത്, അല്ലേ? ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അവിടെ നമുക്ക് സെല് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടിയുള്ള കീ ഫാക്ടറാണ് കമ്മ്യൂണിക്കേഷൻ. ഇതില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ പറ്റത്തില്ല. തുടക്കകാലത്തൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മസ്റ്റായിട്ട് അവിടെ ഉണ്ടാവണം. അതേപോലെ തന്നെ പിൽക്കാലത്ത് നമുക്ക് ചിലപ്പോൾ സ്റ്റാഫുകൾ ഉണ്ടാവാം. നല്ല സ്റ്റാഫുകളെ ഹയർ ചെയ്താൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ത്രൂ ആയിരിക്കും പിന്നെ ബിസിനസ്സുകൾ നടക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ടീമിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേമിൽ നമ്മൾ ആളുകളോട് നമ്മുടെ സ്റ്റാഫിനോട് കമ്മ്യൂണിക്കേറ്റ്, നമ്മുടെ എന്താണ് ഗോളുകൾ, നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 5ാമത്തെ കാര്യം എക്സ്ട്രീം പ്രഷറിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഇനി വലിച്ചു നീട്ടി ഒത്തിരി നീട്ടുന്നില്ല. അപ്പം എക്സ്ട്രീം ആയിട്ടുള്ള പ്രഷറുകളിൽ വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ഇതിനെല്ലാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓണർ ആവാനായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അവിടെയും ചാൻസസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. റിയൽ വേൾഡിലേക്ക് നമ്മൾ ഒരിക്കലും ഇരുന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെയോ ഒരിക്കലും ബിസിനസ് നടക്കത്തില്ല. നമ്മളെല്ലാം ചിന്തിക്കും ശിവാജി സിനിമയ്ക്കകത്തെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ താന്തോന്നി സിനിമയ്ക്കകത്തേക്ക് പോലെ സ്വിച്ച് ഇട്ടാൽ നടക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ് എന്ന്. ഡെഫിനറ്റ്ലി അതല്ല. ഒത്തിരി കഷ്ടപ്പാട് വേണം, ഒത്തിരി സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യണം, ഒത്തിരി ഐഡിയാസ് വേണം, കോമ്പറ്റീഷൻ വരുമ്പോൾ അതിന് പിടിച്ച് നിൽക്കാൻ പറ്റണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ തുടങ്ങി വെച്ചാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അത് ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ സ്കില്ലും ഉണ്ട്, നിങ്ങൾ അതിന് വേണ്ടി തുടങ്ങാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തുടങ്ങാം. തുടങ്ങിയാൽ മാത്രമേ കൂടുതൽ ചലഞ്ചസ് വരുള്ളൂ, അതിനെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോഴേ നമ്മൾ കൂടുതൽ ശക്തരാവുകയുള്ളൂ. സോ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ സ്കില്ലുകളൊന്നും ഇല്ല അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു പേടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതില്ല എന്ന് തോന്നിയാൽ നമുക്ക് 9 to 5 തന്നെയായിരിക്കും ഡെഫിനറ്റ്ലി നല്ലത്. ഒരിക്കലും 9 to 5 നമ്മൾ ഈ നെറ്റിൽ കാണുന്ന കുറേ റീൽസിനകത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ കാണുന്ന കുറേ റീൽസിനകത്ത് പറയുന്നത് പോലെ അത്രയും മോശപ്പെട്ട കാര്യമൊന്നും അല്ല. 9 to 5 ജോലി ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. 9 to 5 ജോലി ചെയ്ത് അതിൽ നിന്ന് 9 to 5 ജോലി ചെയ്ത് സക്സസ്ഫുൾ ആയ ആളുകൾ ഒത്തിരി പേരുണ്ട്. സോ ഡെഫിനറ്റ്ലി അതും ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ലോകത്തുള്ള എല്ലാവരും ബിസിനസ്സുകാരായാൽ പിന്നെ എങ്ങനെ ഒരു കാര്യം നടക്കും? എല്ലാവരും പ്രോഡക്റ്റും സർവീസും സെല്ല് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് മേടിക്കാനും ആൾ വേണ്ടേ, ഇത് വിൽക്കാനും ആൾ വേണ്ടേ? സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ 9 to 5 ഒരിക്കലും മോശമായിട്ട് കാണണ്ട. ബിസിനസ് ആഗ്രഹിക്കുന്ന ആളുകൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരിലുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ കുറേ ടോക്സ് കണ്ടെന്നും പറഞ്ഞോ ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോസ് കണ്ടെന്നും പറഞ്ഞോ അതിന് പെട്ടെന്ന് മോട്ടിവേറ്റഡ് ആയി ഏതോ ഒരു സിനിമയ്ക്ക് അത് ജഗതി പെട്ടെന്ന് കുറേ മോട്ടിവേഷൻ കഴിഞ്ഞിട്ട് ചാടി എണീക്കുന്ന ഒരു സീനുണ്ട്. സോ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങുക. അല്ലാതെ നിങ്ങൾ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി നാളെ ഇത് പൊട്ടിപ്പോകുന്നതിനേക്കാളും നല്ലത് എപ്പോഴും എന്താ, നമ്മൾ ആലോചിച്ച് നമുക്കത് ആപ്റ്റാണോ എന്ന് നോക്കി ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി ആദ്യമേ ഒരു ട്രയൽ നോക്കിയിട്ട് നമ്മളെ കൂടെ സക്സസ്ഫുൾ ആവുമെങ്കിൽ മാത്രം ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി ആ ബിസിനസ് എന്നുള്ള മേഖലയിലേക്ക് മാറുക. ബിസിനസ്സിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, ഞാൻ ഇല്ലാന്നൊന്നും ഒരിക്കലും പറയുന്നില്ല കേട്ടോ, അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്കില്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് വായിച്ചതിൻ്റെ ഒന്നും പേരിൽ ആരും ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ബുക്ക് വായിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ റീൽ കണ്ടെന്നോ എന്നും പറഞ്ഞ് ഒരിക്കലും ഈ പറഞ്ഞ ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് അതിൻ്റെ സ്കില്ലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ചെറിയ രീതിയിലൊന്ന് നടത്തി നോക്കുക. അത് വിജയമാണെങ്കിൽ അത് ബൾക്കായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ നമുക്കത് ചെയ്യാമല്ലോ. സോ അത് എല്ലാവരും ട്രൈ ചെയ്യുക. അതായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതേപോലെ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണം. സോ അപ്പം നമുക്ക് ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടുവരണം വരെ ടേക്ക് കെയർ, ബൈ.